വിവാദങ്ങൾ മേളയിലല്ല. ഇവിടെ നമ്മുടെ നാട്ടിലൊരു കല്യാണം നടന്നാൽ അവിടെയും വിവാദമുണ്ട്, ഒരു മരണം നടന്നാൽ അവിടെ വിവാദമുണ്ട്. അതുകൊണ്ട് വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാദങ്ങൾ എന്ന് വെച്ചാൽ പലരുടെയും സ്വന്തം താല്പര്യങ്ങളും ഒക്കെയാണ് വിവാദങ്ങൾ. ഉള്ള വിവാദം ഇല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കുകയാണ്. സോ സെക്കൻഡ് തിങ് ഈസ് മേളയെക്കുറിച്ച് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മേള ഒരു സക്സസ്ഫുൾ മേളയാണ്. അതായത് ഡെലിഗേറ്റ്സിൻ്റെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നതാണ് ഒരു മേളയുടെ സക്സസ്സും ഫെയിലിയറും. പിന്നെയുള്ള ചില പ്രോബ്ലംസ് എന്ന് വെച്ചാൽ വിവാദം എന്ന് പറഞ്ഞപ്പോൾ സിനിമകളുടെ ഷെഡ്യൂൾ മാറും ഓട്ടോമാറ്റിക്കലി. പണ്ട് പ്രിൻ്റായിരുന്നു, പ്രിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിട്ടാൽ പ്രിൻ്റ് ഓടും. ഇലക്ട്രോണിക് ഇത് വരുമ്പോൾ KDM എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് കീ ഡെലിവറി മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ ഹാർഡ് ഡിസ്കിൻ്റെ കൂടെ ഒരു കീ ഡെലിവറി മെസ്സേജ് വരും. അത് തിയേറ്ററിലെ സെർവർ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പടം സ്റ്റക്കാവും, അല്ലെങ്കിൽ ഓപ്പൺ ആവില്ല. ഇത് ലോകം മുഴുവൻ ഫെസ്റ്റിവൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. സോ അത് നമ്മുടെ എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാത്ത ആരും ഏത് നിമിഷം വേണോ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ചെയ്യാം. സോ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷോ മാറ്റി വയ്ക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൽ ഒരു സെർവറിലേക്ക് കൊടുക്കുന്ന KDM ആ സെർവറിലല്ലാതെ വേറൊരു തിയേറ്ററിലോട്ട് നമുക്ക് സിനിമ മാറ്റാൻ പറ്റില്ല, വേറൊരു സെർവറിലും വർക്ക് ചെയ്യില്ല. ദിസ് എ ടെക്നിക്കൽ പ്രോബ്ലം. അതിന് നമ്മൾ ടെക്നിക്കൽ സ്റ്റാഫ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പല സമയത്തും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഇപ്പം ലണ്ടനിലോട്ട് ആ സമയം നമ്മുടെ ഷോ സമയത്ത് വിളിച്ചത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ വെച്ചാൽ ആ സമയത്ത് അവർ ഉറങ്ങുമായിരിക്കും. സോ ആ പ്രോബ്ലം വരും. പിന്നീട് ഇത് നേരത്തെ ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ സമ്മതിക്കില്ല. കാര്യം വെച്ചാൽ ഒരു KDM നമുക്ക് തരുമ്പോൾ 2 ഷോ ഉണ്ടെങ്കിൽ ആ 2 ഷോ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്ന് മാത്രമേ അവർ തരുള്ളൂ. ആ സമയത്തിന് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതിന് ശേഷം ഇട്ടാലും അത് വർക്ക് ചെയ്യത്തില്ല, അതിന് മുമ്പ് ഇട്ടാലും അത് വർക്ക് ചെയ്യില്ല. സോ ഇതുകൊണ്ട് ഷെഡ്യൂൾസ് മാറും. ദീസ് ആർ ദ ടെക്നിക്കൽ പ്രോബ്ലംസ്. ഈ ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ചെക്ക് ചെയ്യാതെയുള്ള ആളുകളാണ് ഷെഡ്യൂൾ മാറി എന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഇത് ഏത് മേളയ്ക്കും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. Then another problem we are facing is എല്ലാ വർഷവും ഡെലിഗേറ്റ്സ് കൂടുന്നുണ്ട്, അതനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൂടുന്നില്ല. അതായത് 12 തിയേറ്റർ, ഇതാണ് മാക്സിമം തിരുവനന്തപുരത്ത് നമുക്കുണ്ടാവുന്ന തിയേറ്റർ. ഇല്ലെങ്കിൽ ഗോവയിലെ പോലെ എത്ര സീറ്റ് ഉണ്ട് അത്രയും പേർക്ക് മാത്രമായിട്ട് നമ്മൾ ഡെലിഗേറ്റ് പാസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വഴക്കുണ്ടാവും, ഞങ്ങൾ ഡെലിഗേറ്റ്സിനെ കുറച്ച് കളഞ്ഞു എന്ന് പറയും. സോ എവരിതിങ് ഈസ് എന്താണ് പറയുന്നത്, ഒരു എവറിത്തിങ് ദേ ബ്ലെയിം. ഇങ്ങനെ അല്ലാതെ അതിൻ്റെ ഉള്ളിലോട്ട് ചിന്തിച്ച് അതിനെ അനലൈസ് ചെയ്തിട്ടോ അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ല വിവാദങ്ങളെന്നും പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടുവരുന്നത്. ദെൻ സം പീപ്പിൾ ആർ ദെയർ, ദേ വോണ്ട് ടു ഗെറ്റ് അറ്റൻഷൻ. ഈ അറ്റൻഷൻ കിട്ടാൻ വേറെ വഴിയില്ലാത്തപ്പോൾ ഏറ്റവും നല്ലത് വിവാദം ഉണ്ടാക്കുകയാണ്. സോ ദീസ് ആർ ദ തിങ്സ്. ഈ വർഷത്തെ മേളയിൽ ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളാണ് കൂടുതൽ. അതായത് ഡോളറിന് വില കൂടിയാൽ ഇന്ത്യൻ എക്കോണമി മാത്രമല്ല ലോകത്തെ എല്ലാ എക്കോണമിക്കും എഫക്റ്റ് ആവും. ഇതേപോലെ സംഭവം ലോക സിനിമയുടെ നിലവാരം താഴുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ ഫെസ്റ്റിവലിനെയും അത് എഫക്റ്റ് ചെയ്യും. കാരണം ഒരുപാട് സിനിമകൾ, കാൻസിലെ ബെസ്റ്റ് ഫിലിം, ബെർലിനിലെ ബെസ്റ്റ് ഫിലിം, ടൊറൻറ്റോയിലെ ബെസ്റ്റ് ഫിലിം ഇവിടെ വന്നിട്ടുണ്ട്. ഈ സിനിമകൾ നിലവാരം ഇത്രയേ ഉള്ളൂ ഈ വർഷം സിനിമകൾ ഇറക്കിയതിൻ്റെ. അത് ലോക സിനിമയുടെ പ്രോബ്ലമാണ്, നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ പ്രോബ്ലം അല്ല. പിന്നെ കോമ്പറ്റീഷൻ സിനിമ എന്ന് പറയുന്നത് നാച്ചുറലി നിലവാരമുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പലരും ന്യൂ കമേഴ്സ് എടുക്കുന്ന സിനിമകളാണ്. സോ അവരുടെ സ്റ്റാൻഡേർഡും അതനുസരിച്ച് ഉള്ള പ്രോബ്ലം. പിന്നെ അതിന് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ കുറച്ച് ആളുകളോട് ചോദിച്ചു, നിങ്ങൾ ഈ സിനിമ കണ്ടോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റോക്കറ്റ് കണ്ടോ, നിങ്ങൾ ബാഡ് എയർ കണ്ടോ എന്ന് ചോദിച്ചാൽ അവരതൊന്നും കണ്ടിട്ടില്ല. സിനിമ കാണാത്ത ആളുകളാണ് നിലവാരം കുറവെന്ന് കൂടുതൽ പറയുന്നത്. ഇവരാരും ഒരു സിനിമയും കാണുന്നില്ല, കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇവിടെ ഇരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അടുത്ത വർഷം മേളയിൽ സാറ് ചെയർമാൻ സ്ഥാനത്ത് കാണില്ല എന്നതിനെ കുറിച്ച്. എൻ്റെ ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നാണ് ടേം കഴിയുന്നതെന്ന്, എൻ്റെ ടേം എന്ന് കഴിയുന്നു അപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. അത് മിക്കവാറും ടേം കഴിയുന്ന സമയത്ത് എൻ്റെ ആക്ച്വലി 3 വർഷത്തേക്കാണ് ഒരു അക്കാഡമി ചെയർമാൻ്റെ ടേം. ആ ടേം കഴിയുമ്പോൾ നാച്ചുറൽ അതിപ്പോൾ അത് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാലും പിന്നെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതം മുഴുവൻ അക്കാഡമി ചെയർമാനായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത്രയേ ഉള്ളൂ.